Hello, this is me Aruvia, your coach, your mentor, your trainer in trading. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല കുറച്ച് നാളുകൾക്ക് ശേഷമായിരുന്നു ഇന്ന് രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഇന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം ട്രേഡ്സ് ഇല്ല കുറേയധികം കോൺവെർസേഷൻസ് നമ്മൾ നടത്തി. ട്രേഡ് മാത്രമല്ല ഈ ഒരു 9 to 3:30 നടക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. സൈക്കോളജിക്കലി ഡൗട്ട്സ് ആകാം, ടെക്നിക്കൽ ഡൗട്ട്സ് ആകാം, പ്രൈസ് ആക്ഷൻ ആകാം, വാട്ടർ BTC ഇതെല്ലാം തന്നെ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റില് ലൈവ് ആയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ഇത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെ പോവുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്ക് നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഡെഫിനറ്റ്ലി അപ്ഡേറ്റഡ് ആയിരിക്കും. റൈറ്റ്? അത് മാത്രമല്ല രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് മാച്ച് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് പോകുന്നുണ്ടായിരിക്കും. ഡോണ്ട് മിസ് ഇറ്റ്. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടേക്കുക. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ചാനൽ കാണുന്നത്, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരെ പോവുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക നിർബന്ധമായിട്ടും. എന്നാൽ മാത്രമേ നമ്മൾ എല്ലാ ദിവസവും ലൈവ് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്കിത് നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷം നമുക്ക് എങ്ങനെ ആയിരിക്കാം നമ്മൾ നാളെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സോ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. സോ നമുക്കിന്ന് നിഫ്റ്റി വല്ലാത്തൊരു ഫോള് തന്നു. ബട്ട് എന്നാൽ ഇന്ന് ലാസ്റ്റ് 2 ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു ഫോള് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഫോണിന് സ്റ്റാർട്ട് കാണിച്ചിട്ട് അവിടുന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ട് എന്നാൽ വലിയ മൂവ്മെന്റ് തന്നില്ല. വളരെ ഭയങ്കരമായിട്ടൊരു മൂവ്മെന്റ് തരികയും സൈഡ് വേസിലായിരുന്നു മാർക്കറ്റ് ഇന്ന് അവിടെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഇതാണ് ഈ ഒരു ഹ്യൂജ് ക്യാൻഡിലിൽ നല്ലൊരു ഫോളോ. അതൊരു കൺഫർമേഷൻ ആയിരുന്നു ഓൾമോസ്റ്റ്. ബട്ട് എന്നാൽ ക്ലോസ് ആയിട്ടില്ലായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് നേരെ പിടിച്ചിട്ട് ഈ ഒരു റേഞ്ചിൽ ഇത് സൈഡ് വേസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയായിരുന്നു നിഫ്റ്റി ഇന്ന്. നിഫ്റ്റി പോലെ തന്നെയായിരുന്നു നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും. നിഫ്റ്റി പിന്നെയും ഇന്ന് ആദ്യമേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഒരു ബേറിഷ് ആയിട്ട് വ്യൂ ഉണ്ടായിരുന്നു. ബട്ട് എന്നാൽ നിഫ്റ്റി ബാങ്കിലും ഫിൻ നിഫ്റ്റിയും ഇല്ലായിരുന്നു. ഇത് നമ്മൾ നമ്മുടെ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കും ഇല്ലെങ്കിൽ ഫിൻ നിഫ്റ്റിയും. അതിനുള്ള റീസൺ ഉണ്ട്, ഇന്ന് എക്സ്പയറി ആയിരുന്നു നിഫ്റ്റി ബാങ്കിന്റെ. അതുകൊണ്ട് തന്നെ ഫിൻ നിഫ്റ്റിയും അഫക്ട് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്, അഫക്ട് ചെയ്യാറുണ്ട് കാരണം. അതുപോലെ തന്നെ നിഫ്റ്റി അത്രയും പുഷ് തന്നില്ല. ബട്ട് എന്നാൽ there is some പ്രോബബിലിറ്റി എന്നുള്ളതിന്റെ ബേസിൽ നമ്മൾ അവിടെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു, അവിടെ ഒരു ട്രെയിൻ ഇനിഷ്യേറ്റ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈൻ. സോ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു രീതിയിലായിരുന്നു മാർക്കറ്റ് സൈഡ് വേസിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കും സെയിം തന്നെയായിരുന്നു. നിഫ്റ്റി ബാങ്ക് ഇതുണ്ടോ ഈ ഒരു സൈഡ് വേസിൽ കിടന്ന് കളിച്ചു. ഫിൻ നിഫ്റ്റി സെയിം ഡിറ്റോ സെയിം ഒരു മൂവ്മെന്റ് ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഫിൻ നിഫ്റ്റി ഹിയർ യെസ് കണ്ടോ ഓൾമോസ്റ്റ് നിഫ്റ്റി ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിം പാറ്റേൺ തന്നെയായിരുന്നു ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഓപ്ഷൻ ബൈയേഴ്സിന് പറ്റിയ ദിവസമല്ല. ഓപ്ഷൻ ബൈയേഴ്സിന് എപ്പോഴാണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൊമെന്റം ഉള്ള ദിവസം, നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്ന ഒരു ദിവസം മാത്രമേ ഓപ്ഷൻ ബൈയേഴ്സിന് ട്രേഡ് ചെയ്യാനായിട്ട് കഴിയൂ. ട്രേഡ് ചെയ്യാൻ പറ്റും, ആർക്ക് വേണേൽ ട്രേഡ് ചെയ്യാം. ബട്ട് എന്നാൽ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ജനറേറ്റ് ചെയ്യുന്നത് നല്ലൊരു മൊമെന്റം മാർക്കറ്റിലാണ്, നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്ന ഒരു മാർക്കറ്റിലാണ്. ബട്ട് എന്നാൽ ഇന്ന് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു മൂവ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. സൈഡ് വേസ് മാർക്കറ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കാം എന്ന് നമുക്കിത് നോക്കാം. അത് മാത്രമല്ല നമുക്ക് കുറച്ച് സ്റ്റോക്കുകൾ 3 to 4 സ്റ്റോക്സ് ഇന്ന് പറഞ്ഞു തരും. നിങ്ങൾ നാളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുകയും സെർട്ടൻ ലെവൽസ് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. റെഫറൻസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുക ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഓക്കെ, സോ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ അനലൈസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം ട്രേഡ് എടുക്കുന്നത്. സ്റ്റോക്സ് മാത്രമല്ല ഈ ഇൻഡെക്സുകൾ തന്നെ ആണെങ്കിലും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നത് ഇത് എന്റെ വ്യൂ ആണ്. എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. നിങ്ങൾ അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കണം ട്രേഡ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നാളെ നമ്മൾ നിഫ്റ്റിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നുള്ളത്. പ്രിപ്പറേഷൻ റൈറ്റ്. സോ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആസ് എ ട്രേഡർ. കാരണം പലരും പ്രിപ്പറേഷൻ ഇല്ലാതെ രാവിലെ 9 മണിയാകുമ്പോൾ നേരെ എണീക്കുന്നു, മാർക്കറ്റിൽ വരുന്ന ഇരുന്ന് അങ്ങ് ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല അത്. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ എടുക്കുന്നു, വെപ്രോളത്തിൽ ട്രേഡ് എടുക്കുന്നു, വെപ്രോളത്തിൽ ലെവൽസ് മാർക്കറ്റ് വെക്കുന്നു. ഇതുകൊണ്ട് തന്നെ നമ്മൾ വരയ്ക്കുന്ന ലെവൽസോ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷനോ കറക്റ്റ് ആണെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പത്തെ ദിവസമേ നമ്മൾ ലെവൽസ് മാർക്കറ്റ് വെച്ചേക്കുവാണ്. ഇവിടെ ഈ രീതിയിൽ ഇന്ന കണ്ടീഷനിൽ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കത്തുള്ളൂ എന്നൊരു കൺഫേംഡ് ഒരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ സെർട്ടൻ ചെക്ക്ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള കുറെ ഓവർ ട്രേഡിംഗ് കളയാൻ പറ്റും. ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അനാവശ്യമായിട്ടുള്ള ഒരു പേര് വരും എല്ലാവർക്കും. ഞാൻ ഈ എൻട്രി മിസ് ചെയ്ത് പോകുമോ എന്നുള്ളത്. സമാധാനത്തിൽ ഇരുന്ന് തൊട്ട് മുമ്പത്തെ ദിവസം ഇരുന്ന് തന്നെ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് വെക്കുക. ആ ലെവൽസ് വരികയാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. നമുക്ക് നോക്കാം പ്രീ മാർക്കറ്റ് അനാലിസിസ്. സോ നിഫ്റ്റി നമുക്ക്
ഓക്കെ. സോ നിഫ്റ്റി നമുക്ക് ഈ ഒരു റേഞ്ചിൽ സൈഡ് വേസിൽ നിൽക്കുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് ഒരു ബെയറിഷ് ലെവലിലേക്ക് കണ്ടിന്യൂ ചെയ്ത് നിൽക്കുകയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇൻ ദാറ്റ് കേസ് നമുക്ക് ഈ ഒരു സോൺ, ഈ ഒരു പർട്ടിക്കുലർ സോൺ നമുക്ക് നാളെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 21,952 പ്രീവിയസ് ലോ തന്നെയാണ് കേട്ടോ. പ്രീവിയസ് ലോ തന്നെയാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ വരച്ചെടുത്തിട്ടുള്ള പ്രീവിയസ് ലോ തന്നെയാണ്. നല്ല റിസൾട്ട് കിട്ടാൻ പ്രോബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല 21,785. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 400 to 500 പോയിന്റ്സ് ആണ് നമ്മളുടെ ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് റിവേഴ്സൽ സംഭവിക്കാം. നമ്മൾ നാളെ ലൈവിൽ ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് ചോദിക്കാം. ട്രേഡ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അലർട്ട് അടിക്കുമ്പോഴോ എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ വന്ന് കമന്റിലൂടെ ചോദിക്കാം. ഇന്നൊരു എന്താണ് ഇവിടെ നോക്കേണ്ടത്, നിഫ്റ്റി ഇന്ന ലെവലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, എന്താണ് ഇനി വ്യൂ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും അതിന് റിപ്ലൈ അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ നിഫ്റ്റി നമുക്ക് നാളെ ബേറിഷ് വ്യൂ ആണുള്ളത്. ഇതുവരെ ഞാൻ അതിന് ബുള്ളിഷ് ആയിട്ട് ഞാൻ കീപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. ഒരു ലെറ്റ്സ് ഒരു 10 to 15% ബുള്ളിഷ് ആയിട്ട് ചെറിയൊരു വ്യൂ വരാം. ബട്ട് ഇൻ കേസ് വരുവാണെങ്കിൽ തന്നെ 1% മാക്സിമം റിസ്ക് നമ്മൾ എടുക്കുകയുള്ളൂ. ഇതുവരെ ഇച്ചിരി കോഷ്യസ് ആണ്. ബട്ട് എന്നാൽ പോസിറ്റീവ് കോറിലേഷന്റെ ബേസിസിൽ നിഫ്റ്റി ബാങ്കി ഫിൻ നിഫ്റ്റി നമുക്ക് ഫോളോ ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരേപോലെ എടുക്കാം. മറക്കരുത്, നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് എന്നുള്ളൊരു കാര്യം മറക്കരുത്. ഓപ്ഷൻ ബയേഴ്സിന് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാം, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാൻ പറ്റും. ഗാമ ബ്ലാസ്റ്റ് റൈറ്റ്, ഗാമ ബ്ലാസ്റ്റ് യൂസ് ചെയ്തിട്ട് കുറെ അധികം പേര് ഹീറോസ് ട്രേഡിംഗ് യൂസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നാളെ. എനിക്കറിയാം. ബട്ട് എന്നാൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഹീറോസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നില്ല, റൈറ്റ്. ബട്ട് എന്നാ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്തിരുന്നതായിരിക്കും ഹീറോസ് ബേസിസിൽ. കുറെ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹീറോസ് ബേസിസിൽ. ആൻഡ് നിഫ്റ്റി ബാങ്ക് because see almost same pattern as we discussed before. See here is a certain range, അതായത് almost 47,700 താഴെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബെയറിഷ് വ്യൂ എടുക്കുകയും 46,000 ഇല്ലെങ്കിൽ 47,000 റേഞ്ചിലത്തേക്ക് നല്ലൊരു ഫോൾ വരാൻ പ്രോബിലിറ്റി ഉണ്ട്. വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് അവിടെ വെച്ച് ഇടയ്ക്ക് ഇറങ്ങേണ്ട സ്ഥലം എവിടെയാണെന്ന് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നാളെ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് നമുക്കിത് ചെയ്യാവുന്നതാണ്. ടോട്ടൽ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ ബെയറിഷ് ആണ് നമുക്ക് നിഫ്റ്റി ബാങ്കിലുള്ളത്. ഫിൻ നിഫ്റ്റിയിൽ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ എന്നാൽ അടുത്തായിട്ട് തന്നെ കുറെ അധികം സപ്പോർട്ട് വരുന്നുണ്ട്. കണ്ടോ, ഹെവി സപ്പോർട്ട് സോൺ, കീപ്പ് ആൻ ഐ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ സപ്പോർട്ട് സോൺസ് ഉണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ സംഭവിക്കാൻ പ്രോബിലിറ്റി ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ ലെവലിൽ നിന്ന് നമ്മൾ ഇറങ്ങണം, വെച്ചോണ്ടിരിക്കരുത്, ലോസ് ചെയ്തോണ്ടിരിക്കരുത്. ഇന്ന് നമ്മൾ മോട്ടർ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഓപ്ഷൻസ് ആരോ ഏതോ സ്റ്റുഡന്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. കാരണം നമ്മൾ സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. നേരെ ചാടിക്കറി എടുത്തിട്ട് സെൻസെക്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ ചാടിക്കറി 100 ക്വാണ്ടിറ്റി സംതിങ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ലോസ് വന്നു, 3,000 5,000 ആയി. അപ്പം അവര് ഇൻസിസ്റ്റ് ചെയ്തു ഇറങ്ങുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറങ്ങിയില്ല. ഈ തിരിച്ച് കയറും, ആ ലോസ് കവർ ചെയ്യാം എന്നുള്ളൊരു കൺഫർമേഷൻ. കാരണം നമ്മൾ പലരും ചെയ്യാറുള്ളൊരു മിസ്റ്റേക്ക് ആണ് അല്ലെ. ഞാനും എന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റായിരുന്നു. ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ലോസ് വന്നാലും ഓക്കെ തിരിച്ച് കയറും, ഇച്ചിരി ലോസ് കുറയട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എന്നാ വെച്ചാൽ ലോസ് കുറഞ്ഞാലോ നമ്മൾ ഇറങ്ങോ? ഇല്ല, 0 ലോസ് വരട്ടെ, ബ്രേക്കിങ്ങിന് വരട്ടെ എന്ന് വിചാരിക്കും. ബ്രേക്കിങ്ങിന് വന്നാലോ നമ്മൾ എന്ത് വിചാരിക്കും? ഇച്ചിരി പ്രോഫിറ്റ് കിട്ടുമല്ലോ, ഇത്രയും കയറിയാലോ, ഇനിയും കയറും വിചാരിക്കും. ലാസ്റ്റ് മൊത്തത്തിൽ പോയി ഹ്യൂജ് ലോസിലായിരിക്കും ഇറങ്ങുന്നത്. ആ സെയിം സിറ്റുവേഷൻ ആണ് ഇന്ന് ആ സ്റ്റുഡന്റിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 15,000 ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് ഇത് എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. സോ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. എന്ത് ചെയ്താലും നന്നായിട്ട് പഠിച്ച് വൃത്തിക്ക് അത് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇവിടെ നല്ലൊരു ഹെവി സപ്പോർട്ടർ ഉണ്ട്. നമ്മൾ കോഷ്യസ് ആയിട്ട് ഇരിക്കുക. നാളെ ലൈവിൽ എന്തായാലും നിങ്ങൾ വരിക. നമുക്ക് മാക്സിമം ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ തന്നെ ആ ടൈമിൽ തന്നെ ചോദിക്കാം. സോ ഓവറോൾ ഒരു കൺക്ലൂഷൻ പറയാനായിട്ടാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നമ്മൾ ബെയറിഷ് സൈഡിലോട്ടായിരിക്കും നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്സ് നോക്കാം. ഫ്യൂ സ്റ്റോക്സ് ഞാൻ വാച്ച് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ BPCയിലാണ്. BPCയിൽ നമുക്കൊരു വലിയ സൈഡിലോട്ട് വ്യൂ തരുന്നുണ്ട്. അതായത് 624.45 മുകളിൽ വരികയാണെങ്കിൽ 641 നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും. നല്ലൊരു പുഷ് വരികയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. അതായത് BPCയിൽ എന്ന് പറയുന്നത് നിഫ്റ്റി 50യിലെ സ്റ്റോക്കാണ്. അപ്പോൾ നിഫ്റ്റി 50 നല്ല ബുള്ളിഷ് ആണ്. BPCയിൽ നല്ല ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ, നല്ലൊരു മൊമെന്റം തന്നെ കിട്ടാൻ പ്രോബിലിറ്റി ഉണ്ട് നാളെ നമുക്ക് BPCL. സോ ഈ ലെവൽസും നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി അത് മാത്രമല്ല BPCL ഈ സ്റ്റോക്കുകളുടെ എല്ലാത്തിന്റെയും ചാർട്ടുകൾ വിത്ത് ലെവൽസ് പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സ് നോക്കി കിട്ടുന്നതായിരിക്കും. പ്രീമിയം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് 39 rupees ഒരു മാസത്തെ മെമ്പർഷിപ്പ് ആണ്. വെർത്തായിരിക്കും, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെർത്തായിരിക്കും. നിങ്ങൾക്ക് തന്നെ
ഫസ്റ്റ് ഓർ സെക്കൻഡ് പവർ അപ്പ് ആവാൻ പറ്റും. ബട്ട് റൂൾസ് നന്നായിട്ട് ഫോളോ ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിൽ ഇറങ്ങുക, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതിൽ ഇറങ്ങുക. ഇതെല്ലാം നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. നിങ്ങൾ അതനുസരിച്ച് തന്നെ ചെയ്യണം. നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് നമ്മൾ അവിടെ ഷെയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. സോ BPCയിൽ നമുക്ക് അതാണ് തന്നിട്ടുള്ളത്. SBIN അതും നമുക്കൊരു ബുള്ളി സൈഡിലോട്ട് വ്യൂ ഉണ്ട്. അതായത് ഈ ഒരു സെർട്ടൺ ലെവൽ ബ്രേക്ക് ഔട്ട് തരുമ്പോഴത്തേക്ക് 818 ലെറ്റ്സ് സേ 820 കീപ്പ് ചെയ്യാം കേട്ടോ. 820 ബ്രേക്ക് ഔട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 835 കീപ്പ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് തന്നെയാണത്. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ അതൊന്ന് നോക്കിയിരിക്കുക, ലൈവിൽ വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ വ്യൂവിന് ചേഞ്ച് ഉണ്ടെങ്കിലും പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതുമായിരിക്കും. ഫൈൻ. അടുത്തത് ഏഷ്യൻ പെയിന്റ്സ്. ഓക്കെ, അത് ഇവിടെ കിടപ്പുണ്ടല്ലോ അല്ലെ. യെസ് ഏഷ്യൻ പെയിന്റ്സ് നമുക്ക് ബേരിഷ് ആണുള്ളത്. ഇപ്പൊ ബുള്ളിഷ് മാർക്കറ്റ് ബുള്ളിഷ് പോവാണെങ്കിൽ റിവേഴ്സൽ നടക്കാം. ഒരു 15% പ്രോഫിറ്റ് ഉള്ളത് ഞാൻ പറഞ്ഞു അല്ലെ. എന്നാൽ ആ രീതിയിൽ പോവാണെങ്കിൽ നമുക്ക് BPCയിലും SBIന്റെ പുറകെ പോവാം. ബുള്ളിഷിലോട്ട് കാണിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണെങ്കിൽ നാളെ. പക്ഷേ ബേറിഷിലോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഏഷ്യൻ പെയിന്റ്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. അതായത് 2824 താഴെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയത് 2773 കീപ്പ് ചെയ്യുകയും അത്യാവശ്യം നല്ലൊരു റാലി കിട്ടാൻ ചാൻസ് ഉണ്ട്. ബേറിഷ് ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും, എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും അത്. ദെൻ ലാസ്റ്റ് വൺ ടാറ്റ മോട്ടേഴ്സ് മുള്ളിച്ചാലായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു പുഷ് വരും. ബട്ട് ബെറ്റർ നമ്മൾ 1019 അല്ലെ 1020 1020 ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ടാർഗറ്റ് ആയിട്ട് 1040 അതായത് 1040 നമുക്ക് കീപ്പ് ചെയ്യാം. ബാക്കിയൊക്കെ നമുക്ക് ലൈവിൽ ഒരുമിച്ച് നോക്കാമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ മറക്കരുത്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. രാവിലെ 9 മണി മുതൽ 3:30 വരെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ ഡൗട്ട്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 9 മണിക്ക് ഇതുപോലെ ഇന്ന് നിങ്ങൾ കണ്ട പോലെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഫോർ മോർ വീഡിയോ സീ യു ദേർ ഇൻ ടുമോറോ. രാവിലെ 9 മണിക്ക് നമുക്ക് കാണാം. ബൈ.